അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ ജനങ്ങൾ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവേന്ദ്ര. കൃതാർത്ഥരായ സൃഷ്ടികളെല്ലാം അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അത് സാധാരണയാണ്. അവരുടെ എല്ലാ സമൃദ്ധികളും എന്റെ കൈകളിലാണുള്ളത്. അവരറിയണം എന്റെ കഴിവുകൊണ്ട് മാത്രമാണ് അവർക്ക് ആവശ്യമുള്ള മഴ ഭൂമിയിൽ ലഭിക്കുന്നത് എന്ന്. സമർത്ഥക അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായി മഴ പെയ്ച്ചാലും ലോകപതി വിജയിക്കട്ടെ, 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 വിജയിക്കട്ടെ. ദേവേന്ദ്രൻ വിജയിക്കട്ടെ, ദേവേന്ദ്രൻ വിജയിക്കട്ടെ, ദേവേന്ദ്രൻ വിജയിക്കട്ടെ, ദേവേന്ദ്രൻ വിജയിക്കട്ടെ, ദേവേന്ദ്രൻ വിജയിക്കട്ടെ, വിജയിക്കട്ടെ, വിജയിക്കട്ടെ. ദേവേന്ദ്രൻ വിജയിക്കട്ടെ, വിജയിക്കട്ടെ, ദേവേന്ദ്രൻ വിജയിക്കട്ടെ, വിജയിക്കട്ടെ, ദേവേന്ദ്രൻ വിജയിക്കട്ടെ. ഭൂമിയിലെ ജനങ്ങളുടെ ആരവാരം കേട്ടില്ലേ ദേവേന്ദ്ര? അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാണ്. ഞാൻ ഇന്ദ്രനല്ലേ, ദേവലോകത്തിന്റെ രാജാവ്. ഇന്ദ്ര, നീ സ്ഥാനം മറക്കുന്നു. നിന്റെ കടമയാണ് നീ ചെയ്യുന്നത്. വിഷ്ണു ഭഗവാന്റെ ആജ്ഞയാണ് അനുസരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ. ഞാൻ ആരുടെയും ആജ്ഞ അനുസരിക്കില്ല. ഇന്ദ്ര, ഞാൻ നിന്റെ ഗുരുവാണ്. കീർത്തിയും പുകഴ്മയും കൊണ്ട് നീ അഹങ്കരിക്കുന്നു. നിന്റെ തെറ്റുതിരുത്താൻ ഞാൻ നിന്നെ ഉപദേശിക്കും. നിന്റെ അഹങ്കാരം നിന്നെ നശിപ്പിക്കും. സൂക്ഷിച്ചു പോണം. പിതാവേ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇന്ദ്രൻ ഈ ഉത്സവം ആഘോഷിക്കുന്നത്? ദേവേന്ദ്രന് വേണ്ടി വർഷം തോറും നമ്മൾ ഈ ഉത്സവം നടത്തണം. അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചാൽ അദ്ദേഹം മഴ പെയ്യിക്കും. എല്ലാ വർഷവും കംസ മഹാരാജാവിന് നികുതി അടയ്ക്കുന്നത് പോലെയാണോ? അങ്ങനെയല്ല. ഇന്ദ്രൻ ദുഷ്ടനായ ഒരു ദേവനല്ല. അദ്ദേഹമാണ് മഴയെ നിയന്ത്രിക്കുന്നത്. വെള്ളം ജീവിതത്തിന് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രന് ഓരോ വർഷവും ഈ ഉത്സവം കൊണ്ട് നമസ്കരിക്കുന്നത്. പക്ഷെ പിതാവേ, അദ്ദേഹം തന്റെ കടമയല്ലേ നിർവഹിക്കുന്നത്? വിഷ്ണു ഭഗവാന്റെ ആജ്ഞ അനുസരിക്കുകയല്ലേ? മോനെ കൃഷ്ണ, ഈ ഉത്സവം ഒരു പഴയ ആചാരമാണ്. നമ്മൾ ഒരിക്കലും ഇത് ഉപേക്ഷിക്കരുത്. പിതാവേ, എങ്കിൽ നമുക്ക് ഭൂമിയെ പൂജിച്ചുകൂടെ? അതല്ലേ നമുക്ക് ആവശ്യമുള്ള എല്ലാം തരുന്നത്. സൂര്യനെ പൂജിച്ചുകൂടെ? അതല്ലേ വെളിച്ചം തരുന്നത്. യമുനാ നദിയെ പൂജിച്ചുകൂടെ? കൃഷ്ണ, എല്ലാം ശരിയാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. തലമുറകളായി നടത്തിവരുന്ന ആചാരങ്ങളൊന്നും തന്നെ നമുക്കൊരിക്കലും നിർത്താൻ കഴിയില്ല. പക്ഷെ പിതാവേ, നമ്മൾ ആചാരങ്ങളെ കണ്ണടച്ച് പിന്തുടരണോ? ഭഗവാൻ വിഷ്ണുവാണ് ഇന്ദ്രദേവനും മറ്റു ദേവന്മാർക്കും ശക്തി പകരുന്നത്. കൃഷ്ണൻ പറയുന്നത് സത്യമാണ്. എല്ലാ ദേവന്മാരും കൃഷ്ണ ഭഗവാന്റെ കൽപ്പന പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. വേദങ്ങളിൽ ഒന്നും ഇന്ദ്രന് മാത്രമായി ഒരു യാഗത്തെക്കുറിച്ചും എഴുതിയിട്ടില്ല. നമ്മൾ ഗോപാലകരാണ്. നമ്മുടെ സമ്പത്ത് പശുക്കളാണ്. നമ്മൾ പശുക്കളെ പുല്ല് തിന്നാൻ വിടുന്നത് ഗോവർദ്ധന മലയിലേക്കാണ്. നമ്മൾ ഗോവർദ്ധന മലയാണ് എല്ലാത്തിനും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഗോവർദ്ധന മലയാണ് നമ്മൾ പൂജിക്കേണ്ടത്, ഇന്ദ്രനെയല്ല.
എന്റെ പ്രിയപ്പെട്ട വൃന്ദാവനവാസികളെ, നമ്മൾ എല്ലാവരും ഗോവർദ്ധനമലയാണ് പൂജിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഗോവർദ്ധനമലയുടെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് വൃന്ദാവനത്തിലേക്ക് വെളിച്ചം പകരുന്നു. അവിടെ വളരുന്ന പച്ച പുല്ല് തിന്നുകൊണ്ടാണ് പശുക്കൾ നമുക്ക് മധുരമുള്ള പാൽ തരുന്നത്. അതിലെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ ദാഹം തീർക്കുന്നു. അതിന്റെ അടിവാരത്തിലാണ് നമ്മൾ കൃഷി ചെയ്ത് ധാന്യങ്ങൾ ശേഖരിക്കുന്നത്. മരങ്ങളുടെ തടികൾ കൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതും സുഖമായി ജീവിക്കുന്നതും. ജീവിക്കാനായി നമ്മൾ ആശ്രയിക്കുന്നത് ദേവേന്ദ്രനെ അല്ല, നമ്മുടെ അനുഗ്രഹീതമായ ഗോവർദ്ധനമലയാണ്. കൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അനുഗ്രഹിക്കുന്നു കൃഷ്ണ. നമ്മൾ എപ്പോഴും ഇന്ദ്രനെയല്ല, ഗോവർദ്ധനമലയാണ് പുകഴ്ത്തേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ കാഴ്ചകൾ കൊണ്ടുവരൂ. നമുക്ക് ഗോവർദ്ധനമലയുടെ മഹത്വത്തെ ആഘോഷിക്കാം. ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഞാനാണ് ഗോവർദ്ധനമല. നിങ്ങൾ കാഴ്ചകൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. എന്റെ ആജ്ഞപ്രകാരം ജീവിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കന്നുകാലികളും അനുഗ്രഹീതരാകും. ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! എത്ര മനോഹരമായ ആഘോഷമാണിത്. ഗോവർദ്ധനമല എത്ര സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ മധു? അത് ഗോവർദ്ധനമലയെ പൂജിക്കണം ബലരാമ. അതേസമയം ഇന്ദ്രനും എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു പക്ഷേ എന്തെങ്കിലും. ഒന്ന് ഇന്ദ്രന്, ഒന്ന് എനിക്ക്. രണ്ട് ഇന്ദ്രന്, രണ്ടെനിക്ക്. കണ്ടില്ലേ, വൃന്ദാവനത്തിലെ ജനങ്ങൾ ഗോവർദ്ധനമലയെ പൂജിക്കുന്നു. ഇത് അക്രമമാണ്. അവർക്ക് എന്തൊരു ധിക്കാരം! ഈ വിവരം ഞാൻ ഉടനെ ദേവേന്ദ്രനെ അറിയിക്കും. വരൂ സംവർദ്ധക, എനിക്ക് ലഭിച്ച ഉപഹാരങ്ങൾ കഴിച്ച് നീയും സന്തോഷിക്കൂ. ഒരു വിവരം അറിയിക്കാനുണ്ട് ദേവേന്ദ്ര. ഒരു ദുഃഖവാർത്തയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നീ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ അറിയാതെ ഏതെങ്കിലും ഗ്രാമത്തെ മഴയിൽ ആഴ്ത്തിയെന്നാണോ? അതങ്ങ് മറന്നേക്കോ. ഈ വാർത്ത അങ്ങയെ കോപിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ദേവേന്ദ്ര, വൃന്ദാവനത്തിലെ ജനങ്ങൾ അങ്ങയെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധനമലയെയാണ് പൂജിക്കുന്നത്. എന്ത്? ഗോവർദ്ധനമലയോ? എന്നെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധനമലയെ പൂജിക്കുന്നുവെന്നോ? ഇതെങ്ങനെ സംഭവിച്ചു സംവർദ്ധക? ഞാൻ അവർക്ക് ആവശ്യമുള്ള മഴ കൊടുത്തതല്ലേ? ഒരു നിസ്സാരനായ ബാലനാണ് അവരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. തമാശ പറയാനുള്ള നേരമല്ലത്. എന്നോട് ക്ഷമിക്കണം ദേവേന്ദ്ര, പക്ഷേ ഇതാണ് സത്യം. നന്ദന്റെ മകനായ കൃഷ്ണൻ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് വൃന്ദാവനത്തിലെ ജനങ്ങളുടെ മനസ്സുകളെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു നിസ്സാരനായ ബാലന്റെ വാക്കുകൾ കേട്ട് അവരെന്നെ മറന്നുവെന്നാണോ? അവർക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അവരെന്റെ കോപത്തിന്റെ ഫലം അനുഭവിക്കും. സംവർദ്ധക, ദേവേന്ദ്ര, എത്രയും പെട്ടെന്ന് വൃന്ദാവനത്തിലേക്ക് പോകൂ. എന്നിട്ട് അവിടെയുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും നശിപ്പിക്കൂ.
മഹാരാജാവേ, ഇന്ദ്രൻ നമ്മളോട് കോപിച്ചിരിക്കുന്നു. അയ്യോ, നമ്മൾ നിസ്സഹായരാണ്. അയ്യോ അയ്യോ, ജയിക്കാനാവുന്നില്ല. അയ്യോ, അയ്യോ അയ്യോ രാജൻ, പേടിയാണ്. ഞങ്ങളിപ്പോ ചാവും. വിഡ്ഢിയായ ആ ബാലന്റെ വാക്കുകൾ കേട്ടതുകൊണ്ട് വൃന്ദാവനത്തിലെ ജനങ്ങൾ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ നമ്മളെയെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകനെ കൃഷ്ണ, നീ ചെയ്തതെല്ലാം ശരിയാണ്. പക്ഷെ നിന്റെ പ്രവൃത്തി ഇന്ദ്രനെ കോപിപ്പിച്ചിരിക്കുന്നു. ഉടനെ നമ്മൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം. പക്ഷെ പിതാവേ, നിൽക്കു ബലരാമ, പിതാവ് പറഞ്ഞത് ശരിയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണ്. ഇനിയും വൈകിട്ടില്ല. നമുക്ക് ഇന്ദ്രനോട് മാപ്പ് ചോദിക്കാം. നിൽക്ക്. നമ്മെ ആരും ഉപദ്രവിക്കാൻ കൃഷ്ണൻ അനുവദിക്കില്ല. അവന്റെ പ്രിയപ്പെട്ട വൃന്ദാവനത്തെയും. അത് സത്യമാണ് മാതാവേ. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ ഇന്ദ്രന് തന്റെ ദുഷ്ടത കൊണ്ട് പരീക്ഷിക്കാനാവില്ല. നമ്മുടെ വൃന്ദാവനത്തെ ഞാൻ സംരക്ഷിക്കും. കൃഷ്ണ, എന്റെ പ്രിയപ്പെട്ട മകനെ. അയ്യോ, എന്താണിത്? ആരെങ്കിലും ഒന്ന് വേഗം ചെന്ന് കൃഷ്ണനെ സഹായിക്കേ. നോക്ക്, നമ്മുടെ കൃഷ്ണൻ. കണ്ടില്ലേ? വരൂ, എല്ലാവരും വരൂ. വടികൊണ്ട് മലയെ താങ്ങാം. അവനെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നന്ദി മധു. ഇത് അസാധ്യം തന്നെ. ദേവേന്ദ്രന്റെ ആജ്ഞപ്രകാരം ഒരു ചെറിയ ഗ്രാമം നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം കോപിക്കാതിരിക്കില്ല. സൈന്യങ്ങൾ അണിനിരക്കൂ. വെള്ളപ്പൊക്കം കൊണ്ട് നമുക്ക് ഈ വൃന്ദാവനത്തെ മുഴുവൻ ഉടനെ നശിപ്പിക്കാം. മഴയിൽ നിന്ന് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. ദേവേന്ദ്ര, വരൂ സംവർദ്ധക. താങ്കൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. ഇരിക്കൂ, ഇരിക്കൂ. അവിടെ നടന്നതിനെ പറ്റി പറയൂ, ഞാൻ കേൾക്കട്ടെ. നിന്റെ പേമാരിക്ക് ശേഷം വൃന്ദാവനത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ദേവേന്ദ്ര, നമ്മുടെ ബലവാന്മാരായ സൈനികർ 6 ദിവസം കൊടുങ്കാറ്റടിപ്പിച്ചു. രാവും പകലും ഇടിയും മിന്നലും ശക്തമായ പേമാരിയും പെയ്യിച്ചു. ലോകത്തിൽ ഇന്നേ വരെ ആരും കാണാത്ത വെള്ളപ്പൊക്കവും. നന്നായി, വളരെ നന്നായി. ഇപ്പോൾ വൃന്ദാവനത്തിൽ ഒന്നും ബാക്കിയുണ്ടാവില്ലല്ലേ? ആ, അങ്ങനെ പറയാൻ സാധിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു ദേവേന്ദ്ര. പക്ഷേ ഞാൻ അറിയിക്കട്ടെ, കൃഷ്ണന്റെ മുന്നിൽ നമ്മുടെ കൊടുങ്കാറ്റ് ഒന്നുമല്ലാതായിരിക്കുന്നു. എന്റെ സൈനികർ ഒരു സാധാരണ ബാലന്റെ മുമ്പിൽ ഒന്നുമല്ലെന്നോ? അവൻ ഗോവർദ്ധന മലയെ തലയ്ക്ക് മുകളിൽ ഉയർത്തിക്കൊണ്ട് വൃന്ദാവനത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നു, കൂടാതെ അവരുടെ മൃഗങ്ങളെയും. അപ്പോൾ നിന്റെ കണ്ണിനെന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. 6 ദിവസത്തെ ഇടിയും മിന്നലും കാരണം കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്റെ വാഹനത്തെ കൊണ്ടുവരൂ, ഐരാവതത്തെ.
ഞാൻ തന്നെ നേരിട്ട് പോയി കാണട്ടെ വൃന്ദാവനത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. കണ്ടില്ലേ ദേവേന്ദ്ര, ഞാൻ പറഞ്ഞതിപ്പോൾ ശരിയായില്ലേ? ഈ കൃഷ്ണൻ അങ്ങനെ ശക്തിമാനായ ഒരു ദൈവമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ദ്രന്റെ ശക്തി എന്താണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിനക്ക് ഇന്ദ്രന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഇതിനുള്ള മറുപടി കൃഷ്ണൻ പറഞ്ഞേ മതിയാവും. കൃഷ്ണ സഹായിക്കൂ. ഇന്ദ്രൻ ഗോവർദ്ധന മലയെ നശിപ്പിക്കുന്നു. നമ്മൾ നശിക്കാൻ പോകുന്നു. ഇന്ദ്രന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പേടിക്കരുത്. കൊടുങ്കാറ്റ് നിന്നു. ഇനി നിങ്ങൾക്ക് വീണ്ടും ആഘോഷം തുടരാമല്ലോ. ഈ മല നിനക്ക് തനിച്ച് താങ്ങിപ്പിടിക്കാൻ സാധിക്കുമോ? വിഡ്ഢിത്തം കാണിക്കരുത് കൃഷ്ണ. നീ ഒരു ചെറിയ കുട്ടിയാണ്. ആദ്യം പുറത്തു വാ. നിങ്ങൾ എന്നോട് ദയ കാണിക്കുന്നു. ആദ്യം നിങ്ങൾ പുറത്തു കടക്കില്ലെന്ന് ഉറപ്പാണോ? നന്ദി കൃഷ്ണ, നീ ഞങ്ങളെല്ലാം രക്ഷിച്ചു. വളരെ നന്ദി. നന്ദി പറയേണ്ടത് എന്നോടല്ല, ഗോവർദ്ധന മലയോടാണ്. ദേവേന്ദ്ര, നിങ്ങൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ നിങ്ങളെ നീരസപ്പെടുത്തിയതല്ലേ? അങ്ങനെയല്ല കൃഷ്ണ, ഞാനാണ് അങ്ങയെ നീരസപ്പെടുത്തിയത്. ഞാനൊരു വിഡ്ഢിയെ പോലെയാണ് പെരുമാറിയത്. അങ്ങയ്ക്കുള്ള അത്രയും കഴിവ് എനിക്കുമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്തും അങ്ങയുടെ ദാസൻ മാത്രമായിരിക്കും. ഞാൻ അങ്ങയുടെ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. ദേവേന്ദ്ര, താങ്കൾക്ക് അറിവില്ലായ്മയും ശക്തിയും രണ്ടുമുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം അത് താങ്കൾക്ക് മനസ്സിലാക്കി തരാനാണ്. ഞാൻ താങ്കളോട് ദയ കാണിച്ചിരിക്കുന്നു. അസാധാരണനായ ഈ ബാലൻ നമ്മോടൊത്ത് ജീവിക്കാൻ വൃന്ദാവനത്തിലെത്തിയിരിക്കുന്നു.
എനിക്കൊന്നേ അറിയൂ, അവൻ എന്റെ പ്രിയ മകനാണ്. എന്റെ ഓമന മകൻ കൃഷ്ണൻ. കൃഷ്ണൻ കൃഷ്ണൻ